ഹായ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി കുട്ടികൾക്ക് ഇഷ്ടമായ കേക്കായത്. അതിന് വേണ്ടി 2 മുട്ട പൊട്ടിച്ച് ആവശ്യം ഉപ്പിട്ട് പിന്നെ ഡ്രോപ്പ് വാനില എസൻസ് അതൊഴിച്ച് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് പാലൊഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ശേഷം മൂന്ന് ടീസ്പൂൺ മൈദ ചേർത്ത് അത് മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുത്ത് നന്നായി കട്ടയൊന്നുമില്ലാതെ യോജിപ്പിച്ച് എടുക്കണം. അതിന് ശേഷം പാൻ വെച്ച് കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്ത് ചുറ്റിക്കൊന്നും വേണ്ട, എടുത്ത് കുറച്ച് ഒഴിച്ചാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ മക്കൾക്കൊക്കെ ഇഷ്ടമായി സാധനം. അതിൻ്റെ കൂടെ ഹണി ഒഴിച്ച് കൊടുക്കുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇത്. വൈകുന്നേരത്തെ അങ്ങനെ ചായ കുടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാവുന്നു. രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണ്. 4 കപ്പ് ആട്ടപ്പൊടിയിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഇത് ഏത് ഓയിൽ, ഗീ ആയാലും അത്രയും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഒഴിച്ച സൺഫ്ലവർ ഓയിലാണ്. അതിനാവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് 1/2 മണിക്കൂർ മാറ്റി വെക്കുക. അതവിടെ കുഴച്ച് വെച്ച് പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കറിച്ചപ്പ്, മല്ലിച്ചപ്പ്, 3 തക്കാളി, 4 പച്ചമുളക് ഒന്ന് ജ്യൂസിൽ മിക്സായി. അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി വഴറ്റിയെടുത്ത് ജ്യൂസ് ഉപ്പ് ചേർത്ത് ചെറുനാരങ്ങ, ഗരം മസാലപ്പൊടി, മുട്ടൻ്റെ മഞ്ഞക്കരുവില്ല, അത് കുട്ടികൾ കഴിക്കൂല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടച്ച് ചേർത്തത്. ആ വൈറ്റ് അങ്ങനെ 2 പീസാക്കിയിട്ട് വെച്ച് അതിൻ്റെ ഇടയിൽ ചപ്പാത്തി പരത്തുന്നത് എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ചപ്പാത്തി ചുട്ടുന്നത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വീഡിയോയിൽ കിട്ടിയില്ല. നന്നായി പൊന്തി വരുന്നു. പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ഒന്നുമില്ല. ചപ്പാത്തി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അടിപൊളി ചപ്പാത്തി, അടിപൊളി കറിയാണ്. ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ മുട്ടൻ്റെ മഞ്ഞക്കരുവെല്ലാം കുട്ടികൾ കളയലല്ലേ. ഇപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല കുട്ടികളെ വയറ്റിലെത്തും. നല്ല മുട്ട റോസ്റ്റാണ്. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കാണുന്ന പോലെ